കാരണം ഇങ്ങനെയുള്ള വലിയ കറാമത്തുകൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളടുത്ത് ചെയ്യുമെന്ന് വിട്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം തർക്കിച്ചെങ്കിലും പിന്നീട് മുൻകൂട്ടി അത് അറിയിച്ചെന്ന് അറിയിപ്പോൾ നമുക്ക് ഓർമ്മ വന്നപ്പോൾ നമ്മളടങ്ങി. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ തൊഴിൽ ഉത്തരം മുട്ടി. സ്വയം നമുക്ക് തന്നെ തൊഴിലെല്ലാം അറിയാൻ പാടില്ല. പിന്നെ അതങ്ങനെ അവസാനം റൂഹ് കൊണ്ടല്ല, നാക്ക് കൊണ്ട് എല്ലാം അറിയാൻ പാടില്ലാത്ത ഒരാൾ റൂഹ് കൊണ്ട് എങ്ങനെ ചെല്ലാം? ഈ റൂഹ് കൊണ്ട് ചെല്ലാനുള്ള ഒരാൾ കാണിച്ചു തരേണ്ടത്, അതിനാണ് ചെയ്യേണ്ട ആവശ്യം. അപ്പം ഈ കറാമത്ത് കൊണ്ട് മാത്രം അങ്ങനെ ഔലിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ കറാമത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളോട് നിങ്ങൾ പോയിട്ട് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിച്ചോളി, മണ്ണറബോ നബസോ പകതാർബോ റബ്ബോ, അല്ലേ? ഒരുത്തൻ അവൻ്റെ നബസിനെ അറിഞ്ഞാൽ അവൻ അവൻ്റെ റബ്ബിനെ അറിയുമെന്ന് പറയും. അപ്പം ഈ നബസിനെ അറിയാതെ ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബിനെ അറിയില്ല. ഈ നബസിനെ അറിയാന്ന് പറഞ്ഞാൽ ആലം അലിയാരങ്ങൾ പറഞ്ഞാൽ ആലം സഹീറും ആലം കബീറും, അല്ലേ? ആലം സഹീർ എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെട്ട ദുനിയാവാണ്. അപ്പം ഈ ദുനിയാവിൽ ഇപ്പം എന്തൊക്കെയുണ്ട്? 7 ആകാശം, 7 ഭൂമി, അർശി, കുറിശി, ഖുർആൻ, അല്ലേ? മുസ്ലിം, മൂമിന്, മുസാഫിർ, കാഫിർ, നരകം, സ്വർഗം, അള്ളാന്റെ 99 പേര്, ഖുർആൻ, ഇതൊക്കെ ഈ ദുനിയാവിൽ, ഇതൊക്കെ നമ്മുടെ കഴിവുകളുണ്ട്. ഇവിടെ ഇത് കറാമത്താണെങ്കിൽ കൊണ്ട് പറ്റില്ല. അതിന് ഹോസ്പിറ്റലിൽ താഴെക്കാരെ കണ്ടുപിടിക്കണം. അപ്പോൾ അള്ളാനെ അറിയുള്ളൂ. ഇനി അള്ളാനെ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമായോ? അള്ളാനെ അറിയാം, അള്ളാന്റെ റസൂലിനെ കൊണ്ട് അറിയണം. അപ്പോഴേ മൂമിനാവുള്ളൂ. അല്ലാതാവോ? നിങ്ങൾ കോടി ലായിലായില്ലല്ലാ എന്നെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുമോ? മങ്കാല ലായിലായില്ലാവോ ദഹ്റൽ ജന്നാന്ന് പറഞ്ഞോളൂ. അവൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞോളൂ. എങ്ങനെ കിടക്കും, ഏത് കിടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതാണത്തെ പൂർണ്ണ തൊഴിൽ അതല്ല പറഞ്ഞത്. അവൻ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ എന്ന് പറഞ്ഞത് അതിലൊരാൾക്കാർ. അപ്പം മുഹമ്മദ് റസൂലുള്ളാഹിയെ ഓർമ്മ നോക്കിയേ. നിങ്ങൾ കോടി ലായിലായില്ലല്ലേ, മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ക്യാൻസലാ, കട്ടക്കൊട്ടിയില്ല. നേരെ വെച്ച് മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടെങ്കിലോ അവനിക്ക് വെച്ച് പോരാൻ പറ്റുമില്ലെങ്കിലോ അവിടെ അപ്പുറം നോക്കൂല. അതിനപ്പോൾ ഉദാഹരണം അതിശയിൽ തന്നെ ഇല്ലേ? കിയാമത്ത് മനുഷ്യൻ അവൻ ചെയ്ത അപാര തെറ്റുകളുമായിട്ട് ഒരു ലിസ്റ്റുമായിട്ട് വരും. അതിൽ ഒരതിഥിയിൽ പറയുന്നത് 99 പേര്, ഒരതിഥിയിൽ പറയണ അവൻ 999 തെറ്റും ചെയ്ത ആളാണ്. എന്നിട്ട് 999 തെറ്റ്. പക്ഷെ ഇതൊക്കെ അവൻ ചെയ്തിട്ട് അവർക്ക് മലക്കര് കാണുന്നത് ഇവൻ്റെ കാര്യം പോക്കാം, അതുകൊണ്ടായി തളസിലിടും. അപ്പോൾ ഇപ്പുറത്തെ ലായില്ല മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരു കഷ്ടം ചെയ്യുന്നുണ്ട്, അതും ഈ തളസിലിടും. അപ്പോൾ അത് അതവൻ ഇന്ന ദിവസമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്ര വരണം അവൻ പറഞ്ഞിട്ടുണ്ടറിയും അതിൻ്റെ തൂക്കം. അപ്പോൾ തൂക്കം ഇവിടെയിൽ ആയില്ല മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവൻ്റെ ദോഷക്കേട് പോയി. അപ്പോൾ അതാണ് തൗഹീദിൻ്റെ പേര്. അപ്പോൾ അത് വേണ്ടത് നമ്മൾ പറയണല്ലോ. ഇല്ലാത്ത ചേച്ചി നമുക്കൊരു കുഴപ്പമില്ല, ഞങ്ങളിടണോ. കാരണം ഇവിടെ യഹൂദികൾക്ക് ഒരു നാണയത്തിന് 2 വശം ഉണ്ടെങ്കിൽ യഹൂദികൾ എന്ന് പറയുമ്പോൾ അത് അസല് യഹൂദി, വേറൊരു യഹൂദി ഇവിടെ വേണം. അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വേണ്ടേ? അതപ്പോൾ ഇതേ ചുരുക്കം പറയാനുള്ളൂ. നമുക്ക് ഇൻഷാല്ലാ പിന്നീട് ദിവസം ഇതിൻ്റെ വിശദ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ. ആത്മവിശുദ്ധിയുടെ ദിവ്യജ്യോതിസ് അഷേഖ് ഹസ്രത്ത് സുൽത്താൻ ഷായുടെ ജ്ഞാനാമൃതമാണ് നാം ഇതുവരെ പാനം ചെയ്തുകൊണ്ടിരുന്നത്. പൂർണ്ണ തൗഹീദിലൂടെ മാത്രമേ ദൈവിക സന്നിധിയിലേക്ക് ചെന്നെത്താനാവൂ. പ്രവാചകന്മാർ പിന്തുടർന്ന മാർഗം അതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മനുഷ്യകുലത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ യഥാർത്ഥ അനന്തരാവകാശി ഈ ദൗത്യം അതത് കാലങ്ങളിൽ നിർവഹിച്ചു പോന്നു. എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന മിക്ക വിഭാഗങ്ങളും ഈ മൗലിക മാർഗത്തിൽ നിന്ന് വിഘടിച്ചു പോയിരിക്കുകയാണ്. സമകാലിക ലോകത്ത് ഹസ്രത്ത് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി ഈ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുകയും പ്രവാചകന്മാർ നിർവഹിച്ച സാക്ഷിത്വ നിർവഹണം പരിപൂർണതയോടെ സമർപ്പിച്ചു വരികയും ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ മുന്നിലുണരുന്ന ചോദ്യം ഇതാണ്: നമ്മുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ആത്മാവിലും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ ദിവ്യമന്ത്രം എഴുതിപ്പിടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇത്തരം ആത്മജ്ഞാനിയായ സുൽത്താനിക്കല്ലേ നമ്മുടെ ആത്മാവിനെ തസ്കിയത്തിനായി കൈമാറേണ്ടത്? നിങ്ങളുടെ വിലപ്പെട്ട നിമിഷങ്ങൾ റയ്യാനിന്റെ വചനങ്ങളിലായി വിനിയോഗിച്ചപ്പോൾ ആത്മജ്ഞാനത്തിന്റെ സ്വർഗീയ പൂങ്കാവനത്തിലാണ് നമ്മൾ ഹൃദയം കൈമാറിയത്. ഇവിടെ ഞങ്ങൾ വിട പറയുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
സുൽത്താനിയ ഫൗണ്ടേഷൻ. സുൽത്താനിയ ഫൗണ്ടേഷൻ, ആട്ടിരി റോഡ്, കോട്ടക്കൽ. ഫോൺ 9446102317 9847491706. اللهم صل على سيدنا محمد